തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരുപോലെ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കുന്ന ചിത്രമാണ് കൂലി. ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രം ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലേക്ക് എത്തുക. സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി. വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ ആമിർ ഖാനും അതിഥിവേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് വിവരം. കോളിവുഡിലെ അടുത്ത സെൻസേഷനാക്കാൻ കെൽപ്പുള്ള ചിത്രമാണ് കൂലിയെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു. ഈ വർഷം തെന്നിന്ത്യൻ സിനിമകളുടെ ബോക്സ് ഓഫീസിൽ കോളിവുഡിന് കാര്യമായ നേട്ടമുണ്ടാക്കാനായി അജിത് കുമാർ, സൂര്യ, കമൽഹാസൻ എന്നിവരുടെ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ എത്തിയെങ്കിലും വേണ്ട വിജയം നേടാനായില്ല. അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി കോടികൾ നേടിയെങ്കിലും റെക്കോർഡൊന്നും തകർക്കാനായില്ലെന്ന് മാത്രമല്ല, കമൽഹാസന്റെ തഗ് ലൈഫും സൂര്യയുടെ റെട്രോയും വലിയ വിമർശനങ്ങളും ഏറ്റുവാങ്ങി. അതിനാൽ തന്നെ തമിഴ് സിനിമയ്ക്കുണ്ടായിരിക്കുന്ന നഷ്ടം കൂലി നികത്തുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. ഈ വർഷം ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് റെക്കോർഡുകൾ തകർത്ത് മുന്നേറിയ സൗത്ത് ഇന്ത്യൻ ചിത്രം മോളിവുഡിന്റെ സ്വന്തം എമ്പുരാനാണ്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ ആഗോളതലത്തിൽ നിന്ന് 268 കോടിയോളമാണ് നേടിയത്. ഇതിൽ തന്നെ 142 കോടിയോളം രൂപ എമ്പുരാൻ കളക്ട് ചെയ്തത് ഓവർസീസിൽ നിന്നാണ്. ഈ വർഷം ഇതുവരെ ഇറങ്ങിയ മറ്റ് സൗത്ത് ഇന്ത്യൻ സിനിമകൾക്കൊന്നും തന്നെ മാർച്ചിൽ റിലീസ് ചെയ്ത എമ്പുരാനെ മറികടക്കാനായിട്ടില്ല. എമ്പുരാന് പിന്നിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് വെങ്കടേഷ് നായകനായി എത്തിയ അനിൽ രവിപുടിയുടെ തെലുങ്ക് ചിത്രം സംക്രാന്തിക്ക് വാസ്തുനമാണ്. ഗുഡ് ബാഡ് അഗ്ലിയാകട്ടെ 246 കോടി നേടി മൂന്നാമതുണ്ട്. അതുകൊണ്ട് തന്നെ എമ്പുരാനെ മറികടന്ന ഈ വർഷത്തെ സൗത്ത് ഇന്ത്യൻ ടോപ്പ് ഗ്രോസർ ആകുമോ കൂലി എന്നറിയാനാണ് ഏവരും കാത്തിരിക്കുന്നത്. അതേസമയം ബോളിവുഡ് സ്പൈ യൂണിവേഴ്സിൽ നിന്നുമെത്തുന്ന ഹൃതിക് റോഷൻ ജൂനിയർ NTR ചിത്രം വാർ 2 എന്ന വമ്പനുമായാണ് ലോകേഷിന്റെയും രജനിയുടെയും കൂലി ഏറ്റുമുട്ടുന്നത്. പാൻ ഇന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ വമ്പൻ ഇടിച്ചുകയറ്റത്തിന് സാധ്യതയുള്ള ചിത്രങ്ങളാണ് രണ്ടും. നോർത്ത് ഇന്ത്യ, ഓവർസീസ് ബോക്സ് ഓഫീസ് മാർക്കറ്റിലെല്ലാം കൂലിക്ക് കനത്ത മത്സരമാവും യശ്രാജ് പ്രൊഡക്ഷന്റെ കീഴിൽ അയാൻ മുഖർജി സംവിധാനം ചെയ്യുന്ന വാർ 2 നൽകാൻ പോകുന്നതെന്നാണ് കണക്കുകൂട്ടൽ. എന്തായാലും കൂലിക്ക് വമ്പൻ ഓഫറുകളാണ് വിദേശത്തെ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്നടക്കം ലഭിച്ചിരിക്കുന്നത്. ചിത്രത്തിന് 80 കോടിയാണ് വിദേശത്തെ തിയേറ്റർ റൈറ്റ്സ് ഇനത്തിൽ ലഭിച്ചിരിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതൊരു രജനീകാന്ത് സിനിമയ്ക്ക് വിദേശത്ത് നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണ്. ഇതോടെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയായിരുന്നു. കളക്ഷനിലും ഇത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. നിലവിൽ കൂലിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളുടെ തിരക്കിലാണ് ലോകേഷ് കനകരാജും അണിയറ പ്രവർത്തകരും. ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ പ്രൊമോ ടീസർ ഇരു കൈകളും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത്. ചിത്രത്തിൽ കാമിയോ റോളിലാണ് ആമിർ ഖാൻ എത്തുന്നത്. 15 മിനിറ്റോളം സ്ക്രീൻ ടൈമാണ് ചിത്രത്തിൽ ആമിർ ഖാൻ ഉള്ളത്. ആമിർ ഖാൻ രജനീകാന്തിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെന്നും ആക്ഷൻ സീനുകൾ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ചിത്രത്തിലുണ്ടെന്നുമാണ് വിവരം. 10 ദിവസമാണ് കൂലിക്കായി ആമിർ ഖാൻ ഷൂട്ട് ചെയ്തത്. ആമിറിന്റെ രംഗങ്ങൾ തിയേറ്ററിൽ വലിയ ആവേശമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലൊരുങ്ങുന്ന ഒരു പീരിയഡ് ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി. ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ, ദുബായ്, USA തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണക്കള്ളക്കടത്താണ് ചിത്രത്തിന്റെ പ്രമേയമെന്നാണ് റിപ്പോർട്ടുകൾ. രജനീകാന്തിന്റെ 171ാം സിനിമയായാണ് കൂലി എത്തുന്നത്. നാഗാർജുന, അക്കിനേനി, ഉപേന്ദ്ര, സത്യരാജ്, സൗബിൻ ഷാഹിർ, ശ്രുതി ഹസൻ, റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 38 വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ച് എത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം. അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.